ഇവിടെ നോക്കിയോ, എനർജി 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 എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. എനർജി എന്ന് പറയുമ്പോൾ എന്താ, ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. ഒരു വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി എനർജി എന്ന് പറയുന്നത്. അതേപോലെ എന്താ അതിന്റെ പ്രത്യേകത എന്താ, അതായത് അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അതേപോലെ തന്നെ എന്താ, ഇറ്റ്സ് യൂണിറ്റ് ഈസ് എന്താ, ഇറ്റ്സ് യൂണിറ്റ് ഈസ് ജൂൾ. ഇത്രയുമാണ് ഞാൻ തന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. ഇനി നമ്മൾ ജനറലി മെക്കാനിക്കൽ എനർജീനെ നമ്മൾ എന്താക്കാൻ പോകുന്ന അറിയോ, അതായത് എനർജീനെ ജനറലി മെക്കാനിക്കൽ എനർജി എന്നാണ് പറയുന്നത്. മെക്കാനിക്കൽ എനർജി എന്നാണ് പറയുന്നത്. മെക്കാനിക്കൽ എനർജീനെ നമ്മൾ എന്തായിട്ട് തിരിക്കാൻ പോകുന്ന അറിയോ, രണ്ടായിട്ട് തിരിക്കാൻ പോവാം. മെക്കാനിക്കൽ എനർജീനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കാൻ പോവാണ്. ഒന്നെന്ന് പറയുന്നത് കൈനറ്റിക് എനർജി. അടുത്തെന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ ആണല്ലോ. അപ്പം മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് ജനറലി എല്ലാ എനർജിയും മെക്കാനിക്കൽ എനർജി എന്നാണ് പറയുന്നത്. അതിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി. ഇനി നമ്മൾ ഓരോന്നിനെ പറ്റി പഠിക്കാൻ പോവാണ്. അടുത്തത് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ, എനർജി possessed by the body due to its motion. അതായത് മൂവ്മെന്റ് മൂലം ഉണ്ടാകുന്ന എനർജിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. കൈനറ്റിക് എനർജി ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ. അതെങ്ങനെ വന്നെന്നുള്ളൊരു ഡെറിവേഷൻ ആണ്. അപ്പൊ നമ്മൾ ഡെറിവേഷൻ അവന് കാണാൻ പറ്റുന്നുണ്ടോ? നീ ഇച്ചിരി നീ കൊണ്ട് നീങ്ങിയിരുന്നേ എഴുതാം. ശരി, ഡെറിവേഷൻ എഴുതിക്കോളൂ. ഡെറിവേഷനകത്ത് നമ്മൾ പറയാൻ പോകുന്നത് കൺസിഡർ എ ബോഡി ഓഫ് മാസ് m FB the force applied on that body produces a displacement yes and moves with velocity v and is accelerated. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെത്താൻ എഴുതി ഇതുപോലെ എഴുതണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മളൊരു ബോഡി കൺസിഡർ ചെയ്യുന്നു, അതിൽ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്തു, അതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി, അതിന്റെ ഭാഗമായിട്ട് അതിനൊരു വെലോസിറ്റി ഉണ്ടായി, വെലോസിറ്റി ചേഞ്ച് ഉണ്ടായപ്പോൾ അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടായി. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഉണ്ടായത്. അപ്പൊ നമുക്കറിയാം വി ഹാവ് ഇവിടെ ശ്രദ്ധിച്ച് എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ച് എഴുതുന്നതിന്റെ തിരക്കിൽ എഴുതി ഇതൊന്ന് ശ്രദ്ധിച്ച്. v² - u² = 2as ആണോ? പഠിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. ശ്രദ്ധിക്കണം. ധനു ഇവിടെ ശ്രദ്ധിക്കണം. അത് എഴുതിയിട്ട് നിർത്തിക്കുക. അത് ആക്സിലറേറ്റഡ് വരെ എഴുതിയിട്ട് നിർത്തിക്കുക. നമുക്കറിയാം ഒരു ബോഡി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റെസ്റ്റ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ u എന്തായിരിക്കും? u 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ therefore v² - 0 = 2as എന്നും v² എന്താ 2as എന്നും വരും. അവിടുന്ന് ആക്സിലറേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവിടുന്ന് ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? v² / 2s = എന്താ എന്ന് വരും. ശരിയല്ലേ? ഓക്കെ. ഇനി നമുക്കറിയാവുന്നത് we have f = എന്താ m × a ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ ഇക്വേഷൻ 1 എന്ന് വിളിക്കാം, ഇതിനെ ഇക്വേഷൻ 1 എന്ന് വിളിക്കാം, 2 എന്ന് വിളിക്കാം. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 1 ഇൻ എന്താ 2. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? അങ്ങനെയാണെങ്കിൽ f = എന്താ m × എന്താ v² / 2s. ഇത്ര എഴുതി.
v square minus we have v square minus u square is equal to 2as. അവിടുന്ന് ഇനിഷ്യൽ റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് u0 ആണ്. അത് കൊടുക്കുമ്പോഴത്തേക്കും അതിന്റെ a കണ്ടുപിടിക്കുക. a കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഇക്വേഷനെ 1 എന്ന് കൊടുക്കുക. എന്നിട്ട് അടുത്ത ഇക്വേഷൻ f is m ന്റെ അതിന്റെ ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. 1 കൊണ്ട് 2 നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Therefore, work done, W is equal to F into D. F നമുക്കറിയാം F എന്താ mv square divided by 2s അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് എന്താ s അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ s ഉം s ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? W is equal എന്ത് കിട്ടി? mv square by 2 കിട്ടി. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു വർക്കും എനർജിയും സെയിം തന്നെയാണ്. അതിപ്പോൾ നമ്മൾ തെളിയിക്കാൻ പോകും അടുത്ത ഡെറിവേഷനാണ്. വർക്ക് എനർജിക്ക് തുല്യമാണ്, എനർജി വർക്കിന് തുല്യമാണ് നമ്മളിപ്പോൾ തെളിയിക്കും. അതിന് മുമ്പേ നമ്മളിപ്പം ഈ വർക്കിനെ അപ്പോൾ എന്തായിട്ട് എഴുതാൻ പോവാം? കൈനറ്റിക് എനർജി ആയിട്ട് എഴുതാൻ പോകും. ഇപ്പോൾ വർക്ക് എന്താ? K is therefore നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി. Therefore K is equal to half mv square. ഇതായിരിക്കും കൈനറ്റിക് എനർജി ഇക്വേഷൻ. അത് വരുന്നല്ലേ ഉള്ളൂ. ഇത് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. അതായത് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് mv സ്ക്വയർ എങ്ങനെ വന്നു എന്നുള്ളതാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാതിരിക്കാം. എങ്ങനെ മറ്റേ ക്വസ്റ്റ്യനിൽ അത് എന്താണ് വർക്ക് എനർജി തിയറത്തിന്റെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അത് അങ്ങോട്ട് വരുമ്പോൾ ഒരു കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഓരോ കാര്യം പഠിക്കുക. അപ്പം പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡൗട്ട് ചോദിക്കുന്നത്. മനസ്സിലായോ? പഠിക്കുന്നതിന് മുമ്പേ അല്ല ഡൗട്ട് ചോദിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ ഇത് എഴുതിയോ? എല്ലാവരും എഴുതിയോ? ഓൺലൈനിലുള്ളവരെല്ലാവരും എഴുതിയോ? ഓൺലൈനിലുള്ളവർക്ക് ആർക്കെങ്കിലും മനസ്സിലാകാനുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണം കേട്ടോ. വർക്ക് ഡൺ ഈസിക്കൽ ടു അത് നമ്മൾ പ്രൂവ് ചെയ്യും. നമ്മൾ വർക്ക് എനർജി തിയറം എന്ന് പറഞ്ഞൊരു തിയറം നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് വർക്ക് ഡൺ കൈനറ്റിക് എനർജിയാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. വർക്ക് ഡൺ കൈനറ്റിക് എനർജി എന്ന് മാത്രമല്ല, വർക്ക് ഡൺ പൊട്ടൻഷ്യൽ എനർജി എന്നാണ്. വർക്ക് ഡൺ എനർജിയാണ്. ഏത് എനർജി എടുത്താലും വർക്ക് ഡണ്ണും തുല്യമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ എനർജി ആയിട്ട് സ്റ്റോർ ആകുന്നത്. എന്നാൽ തിരിച്ചും എനർജി ചെയ്യുന്ന വർക്ക് ഡൺ ആയിട്ട് മാറുകയും ചെയ്യും. മനസ്സിലായോ? നമ്മളിപ്പം തെളിയിക്കും. അപ്പൊ നമ്മൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ജസ്റ്റ് ഡിറൈവ് ചെയ്തതേ ഉള്ളൂ. ഇത് ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുള്ളതുകൊണ്ട് ഞാനങ്ങ് തന്നേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? പരീക്ഷയ്ക്ക് ഇതൊന്നുമില്ല. ഇതിക്കും മേലെയുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് കിടപ്പുണ്ട് വേറെ. അപ്പോൾ തരും. അത് ഇമ്പോർട്ടൻ്റ്. അതതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അടുത്ത നോക്കിയോ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് മൊമെന്റം. ഈ കൈനറ്റിക് എനർജിനെ കെ എന്നും റെപ്രസെന്റ് ചെയ്യാറുണ്ട്, കെ എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ടെക്സ്റ്റിനകത്തെല്ലാം കെ ആണ്. കെ ആണ്, കെ ഇ അല്ല, കെ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ എനർജി പി ഇ എന്നല്ല റെപ്രസെന്റ് ചെയ്യുന്നത്, യു ആണ്. നമ്മൾ പി എന്നങ്ങ് എഴുതുന്നേ ഉള്ളൂ. പൊട്ടൻഷ്യൽ എനർജിക്ക് യുവും കൈനറ്റിക് എനർജിക്ക് കെ യു എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മുടെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ കെ എന്നും പി എന്നും എഴുതുന്നേ ഉള്ളൂ. അതിന്റെ റിയൽ സിമ്പിൾസ് അതാണ്. ഓക്കെ, നമ്മളിപ്പോൾ കെ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്ക് നോക്കിയോ. അപ്പൊ നമുക്കറിയാം മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ? മൊമെന്റത്തിന്റെ മൊമെന്റം ബേസിക്കൽ ടു മാസ് ഇൻറ്റു എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി. ശരിയല്ലേ? അതായത് പി ഈസിക്കൽ ടു എം ഇൻറ്റു വി. അവിടെ നിന്ന് വി കണ്ടുപിടിക്കണമെങ്കിലോ വി ഈസിക്കൽ ടു പി ബൈ എം. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം. ഇനി കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? കെ ഈസിക്കൽ ടു ഹാഫ് എം വി സ്ക്വയർ. അതിനെ ഇക്വേഷൻ 2 ആയിട്ട് വിളിക്കാം. എന്നിട്ട് 1 കൊണ്ട് 2-നകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ
1 in 2. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? K is equal to half into m into v square. v p by m ആണെങ്കിൽ v square എന്ന് പറഞ്ഞാൽ എന്ത് വരും? p square by m square എന്ന് വരും. ശരിയല്ലേ? v p by m ആ. v എന്ന് പറയുന്നത് p by m ആണ്. അപ്പോൾ v square എന്ന് പറയുമ്പോൾ എന്താ? p by m the whole square, അതായത് p square by m square. അല്ലേ? ഇനി ഇവിടെ ഒരു m ഉണ്ട്, മുകളിൽ താഴെ 2 m ഉണ്ട്, ഓരോന്ന് വെട്ടിപ്പോയി. ബാക്കി കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്താ? p square by 2m എന്ന് വരും. അവിടെ നിന്ന് ഈ 2m നെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ഇൻറ്റു 2km എന്ന് എഴുതാം. 2km ഈസ് ഈക്വൽ ടു p സ്ക്വയർ എന്ന് എഴുതാം. അവിടെ നിന്ന് p ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് 2km എന്ന് എഴുതാം. കണ്ടോ? ഇത്ര എഴുതിക്കോ. ഓക്കെ, അപ്പം ഇവിടെ നോക്കിയോ, ഇതിൽ നിന്ന് 2 കാര്യങ്ങൾ മനസ്സിലാക്കാം. അതായത് therefore momentum is directly proportional to root k ആണെന്നും, അതായത് if kinetic energy increases momentum also increases. Momentum ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് വെച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. momentum also increases. ശരിയല്ലേ? അതേപോലെ തന്നെ p is directly proportional to root m എന്ന് നമുക്ക് എടുക്കാം. അതിനർത്ഥം എന്തുവാ? if mass increases എന്താണ്? increases, momentum also increases. momentum also ക്ലിയർ ആണോ? അതായത് കൈനറ്റിക് എനർജി കൂടിയാലും മൊമെന്റം കൂടും, മാസ് കൂടിയാലും മൊമെന്റം കൂടും. ഒരു ഉദാഹരണം പറയാം. ഒരു വലിയൊരു ലോറി, അതായത് കണ്ടെയ്നർ ലോറി, ഒരു ചെറിയൊരു മാരുതി 800 പോവാ, ബ്രേക്ക് പിടിച്ചു. ആരായിരിക്കും കൂടുതൽ ദൂരം? ഒരേ സ്പീഡിലാണ് പോകുന്നത്. ഒരു കണ്ടെയ്നർ ലോറിയും ഒരു മാരുതി 800 ഒരേപോലെ പോവാ, ഒരേ സ്പീഡില്. ബ്രേക്ക് പിടിച്ചു. ആരായിരിക്കും കൂടുതൽ ദൂരം പോകുന്നത്? ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞ് ലോറി പോകും. കാരണം എന്താണെന്നറിയോ? അതിന് മൊമെന്റം കൂടുതലാണ്, അതിന്റെ മാസ് കൂടുതലാണ്, മൊമെന്റം കൂടുതലാണ്. അപ്പൊ മാസ് കൂടുമ്പോൾ മൊമെന്റം കൂടും. ഓക്കെ ആണല്ലോ? ഇനിയും ഒരു 2 മാരുതി 800 പോവാ, ഒരെണ്ണം 200 കിലോമീറ്റർ സ്പീഡിൽ പോവാണ്, ഒരെണ്ണം 50 കിലോമീറ്റർ സ്പീഡിൽ പോവാം. രണ്ടും ബ്രേക്ക് പിടിച്ചു. ആരായിരിക്കും കൂടുതൽ ഡിസ്റ്റൻസ് പോകുന്നത്? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെ വെലോസിറ്റി കൂടുകയാണ്, കൈനറ്റിക് എനർജി കൂടില്ല. കൈനറ്റിക് എനർജി കൂടിയാലും മൊമെന്റം കൂടും, മൊമെന്റം കൂടുമ്പോൾ കുറച്ച് ആയം കൂടും. ഓക്കെ ആണല്ലോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. അത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. തൽക്കാലം ഇത് എഴുതിയെടുക്കും. ഓക്കെ, അടുത്തത് വർക്ക് എനർജി തിയറം എഴുതിക്കുക. വർക്ക് എനർജി തിയറം എഴുതിക്കുക. വർക്ക് എനർജി തിയറം ഇമ്പോർട്ടന്റ് ആണ്.
നിങ്ങളുടെ സ്കൂളിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ വലിച്ചു വാരി തന്നിട്ടുണ്ട്. എന്നാൽ ഒരു 8 സ്റ്റെപ്പിൽ ഞാൻ ഈ പരിപാടി തീർത്തു തരാം. ഡെറിവേഷൻ അത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. അപ്പം നമുക്കറിയാം കൺസിഡർ 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 എ ബോഡി ഓഫ് മാസ് m moving with initial velocity u. After some time its velocity becomes v. നമ്മളൊരു കണ്ടീഷൻ കൊടുത്തു. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും ഇവിടെ? therefore ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ എന്താ? ആദ്യം അതുണ്ടാകുമ്പോൾ യു എന്ന് പറയുന്ന വെലോസിറ്റിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിന്റെ കൈനറ്റിക് എനർജി, അതാണ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. എന്താ? ഹാഫ് എം യു സ്ക്വയർ ആണല്ലോ. ഫൈനൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? ഹാഫ് എം ബി സ്ക്വയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി നമുക്ക് എങ്ങനെ എടുക്കാം? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി, അതായത് ഫൈനൽ കൈനറ്റിക് എനർജി KEF മൈനസ് KE എന്താണ്? I ഇനീഷ്യൽ. അപ്പൊ നമുക്ക് എന്താന്ന് എഴുതാം? ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ. ഹാഫ് എം സ്ക്വയർ ഹാഫ് എം രണ്ടിടത്തും കോമൺ അല്ലേ? ഹാഫ് എം കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്താ? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ? 2as ആണെന്നറിയാം. അപ്പൊ 2 into as ആണല്ലോ. ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയേ, ഈ 2ഉം 2ഉം കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? MAS കിട്ടി. M into A എന്താ? ഫോഴ്സ് അല്ലേ? F into S കിട്ടി. F into S എന്താ? വർക്ക് ഡൺ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് കിട്ടി? വർക്ക് ഡൺ എന്ന് കിട്ടി. ഇതാണ് വർക്ക് എനർജി. മനസ്സിലായില്ലേ? ചോദിക്കണം. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള നിങ്ങളുടെ സ്കൂളിൽ തന്നിരിക്കുന്ന പോലെ അല്ല, ഒരു അല്ലായിരിക്കും. ചില സ്കൂളിൽ ഇങ്ങനെ തരും, ചില സ്കൂളിൽ ഇങ്ങനെ അല്ല. എടേ ഇത് തിരിച്ചല്ലേ, നമുക്ക് ചേഞ്ചിങ് കൈനറ്റിക് എനർജി വർക്ക് ഡൺ ആണല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. അല്ലല്ല, ഇതാ കറക്റ്റ്. ഇത് നേരെ തിരിച്ചാ, ഇതല്ല ഇങ്ങനല്ല വരുന്നത്. ഇത് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ചിങ് കൈനറ്റിക് എനർജി ആണ് തിരിച്ച് പ്രൂവ് ചെയ്തത്. അങ്ങനെ എഴുതിയാലും ശേഷം അങ്ങനല്ല, ചേഞ്ചിങ് കൈനറ്റിക് എനർജി വർക്ക് ഡൺ ആണെന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. എല്ലാം തിരിച്ചു പഠിക്കരുത് കേട്ടോ, തെറ്റ് പഠിക്കരുത്. ഓൺലൈനിലുള്ളവർക്കെല്ലാം മനസ്സിലായോ? പാർവണ മനസ്സിലായി സർ. അരവിന്ദ്, അലൻ, ക്രിസിൻ, ജോഹാൻ, പ്രവീൺ, ജ്യോതിസ് മനസ്സിലായി സാർ. ക്രിസിൻ ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ക്രിസിൻ മനസ്സിലായി സർ. ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പൊട്ടൻഷ്യൽ എനർജിക്കകത്താണ് ഇപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ ഇന്റഗ്രേഷന്റെ കുറെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിങ് ഒക്കെ ഉള്ള കൺസെപ്റ്റിനകത്താണ് നമ്മൾ ഇന്റഗ്രേഷൻ ഒക്കെ വരുന്നത്. അപ്പൊ നോക്കി അടുത്തത് പൊട്ടൻഷ്യൽ എനർജിന് ഹെഡിങ് കൊടുക്കുക.
പൊട്ടൻഷ്യൽ എനർജി യു ആണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ലെറ്റർ യു ആണ്, സ്മോൾ അല്ല. യു. എനർജി പ്രോസസ്ഡ് ബൈ എനർജി പ്രോസസ്ഡ് by a body due to its position. Energy processed by a body due to its position. അതായത് ഒരു ബോഡി പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു ബോഡി പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് അതിനുണ്ടാകുന്ന എനർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ശരിക്കും ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്, 2 types. അത് ജസ്റ്റ് മെൻഷൻ ചെയ്തേരെ, 2 types. They are of 2 types. ഒന്ന് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഗ്രാവിറ്റേഷൻ രണ്ടും പഠിക്കാനുണ്ട്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അതേപോലെ അടുത്തത് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഈ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ അറിയോ, നിങ്ങളിപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് കയറി നിൽക്കുക, നിങ്ങളുടെ ശരീരത്തിന് ഒരു എനർജി ഉണ്ട്. കാരണം എന്താ അറിയോ, നിങ്ങൾ ആ ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് ഭൂമിയിൽ നിന്ന് ഇത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്, അപ്പൊ നിങ്ങൾക്ക് എനർജി ഉണ്ട്. മനസ്സിലായോ? ആ ഗ്രാവിറ്റിയുമായിട്ട് വേർട്ടിക്കൽ കൺസെപ്റ്റിൽ ഉണ്ടാകുന്ന പൊസിഷൻ മൂലം ഉണ്ടാകുന്ന എനർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. എന്നാൽ നിങ്ങൾ അമ്പും വില്ലും വിടുക, അമ്പ് വിടുക വില്ല് കണക്ട് ചെയ്തിട്ട്, ആ സമയത്ത് നിങ്ങൾ മാക്സിമം ഇങ്ങനെ വലിച്ചൊരു പൊസിഷനിൽ നിർത്തുക ചെയ്യുന്നത്, ടെൻസ്ഡ് ആയിട്ട് നിർത്തുക തന്നെ, എന്നിട്ട് വിടുമ്പോൾ എന്ത് സംഭവിക്കും, ഇത് ഒറ്റ പോക്ക. അപ്പൊ അത് ഗ്രാവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല വരുന്നത്, അത് ഹൊറിസോണ്ടൽ മോഷനാണ്. അതും പൊട്ടൻഷ്യൽ എനർജി പ്രോസസ്ഡ് ബൈ ബോഡി ഡ്യൂ ടു ഇറ്റ്സ് എന്താ പൊസിഷൻ ഇങ്ങോട്ട് കൂടുതൽ പൊസിഷനിലേക്ക് വലിച്ചു പിടിച്ച് വിട്ടാൽ എന്ത് ചെയ്യും, കൂടുതൽ ഫോഴ്സിൽ അത് പോകുന്നുണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിക്, സ്പ്രിങ്ങിന്റെ ആക്ഷൻ, അതെല്ലാം ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ്. നേരെ മറിച്ച് നിങ്ങൾ എന്താണ് ഓരോരോ ഹൈറ്റ്, നിങ്ങൾ ഒന്നാമത്തെ നില നിൽക്കുന്നു, അപ്പോൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ എനർജി ഒന്നായിരിക്കും. രണ്ടാമത്തെ നില നിൽക്കുന്നു, അപ്പോൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ എനർജി ഒന്നായിരിക്കും. മൂന്നാമത്തെ നില നിൽക്കുന്നു, അപ്പോൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ എനർജി ഒന്നായിരിക്കും. അപ്പം ഓരോന്നിനെയും പൊട്ടൻഷ്യൽ എനർജി എന്തുണ്ടാവും, ഓരോ ഹൈറ്റിലും ഡിഫറെന്റ് പൊട്ടൻഷ്യൽ, അതെല്ലാം ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. എന്നാൽ ഇത് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ. ഇതിനെ രണ്ടിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, എന്നാൽ സ്പെസിഫിക് ആയിട്ട് നെയിം എടുത്തു പറഞ്ഞിട്ട് പഠിക്കാനില്ല. 9ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നു, നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ICCക്ക് പഠിക്കാനുണ്ട് അല്ലേ, ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി അല്ലേ, ഓർക്കുന്നില്ലല്ലേ? ഓക്കെ, ഇന്നലത്തെ ഓർക്കുന്നില്ല പിന്നെ ഇല്ലയോ? ഇവിടെ മതി. അപ്പൊ നമ്മള് ആദ്യം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകും. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് എഴുതിക്കോ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിക്കകത്ത് ഞാൻ ജസ്റ്റ് ഒരു എർത്തിന്റെ ഒരു ഭാഗം ഞാൻ വരയ്ക്കുകയാണ്. വരച്ചു. എന്നിട്ട് ഒരു m മാസ് ഉള്ള ഒബ്ജക്റ്റിനെ ഞാൻ h ഹൈറ്റിലോട്ട് ഉയർത്തുവാണ്. അപ്പൊ ഞാൻ ചെയ്യുന്ന വർക്ക് ഡൺ എന്താണ്, അതാണ് പൊട്ടൻഷ്യൽ എനർജി. എപ്പോഴും ആലോചിച്ചോണം. നമ്മൾ എന്താ പറഞ്ഞത്, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോണം. നമ്മൾ എന്താ പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ ആയിരിക്കും കൈനറ്റിക് എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ ഇപ്പം ദേവു ഇവിടെ നിൽക്കുക, ദേവുവിനെ പൊക്കിയെടുത്ത് ഞാൻ ഈ 1ാമത്തെ നിലയെ കൊണ്ടുവെക്കണമെങ്കിൽ ഞാൻ എന്തുമാത്രം വർക്ക് ഡൺ ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഞാൻ അത്രയും ചെയ്ത വർക്ക് ഡൺ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. ഞാൻ ഇവിടെ നിന്ന് ചെയ്ത വർക്ക് ഡൺ അവിടെ പോയിട്ട് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവും. മനസ്സിലായി? അപ്പൊ അതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പം അത് എങ്ങനെയാന്നുള്ള കാര്യം പറഞ്ഞുതരാം. അതായത് m മാസുള്ള, ഇത് ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് വെച്ചാൽ മതി, m മാസുള്ള ദേവുവിനെ നമ്മൾ പൊക്കിയെടുത്തിട്ട് എന്താണ് ഒരു h ഹൈറ്റിൽ കൊണ്ടുതേണ്ടി ഇവിടെ കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ കൊണ്ടുവച്ചു. അങ്ങനെ കൊണ്ടുവെക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത വർക്ക് ഡൺ നമുക്കറിയാലോ. അതായത് ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്താ, ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇവരുടെ വെയിറ്റിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലല്ലേ നമ്മൾ ബുക്ക് എടുത്തുകൊണ്ട് പോകണ്ടേ, ശരിയല്ലേ? അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് ഹിയർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, വെയിറ്റ് ഓഫ് ദ ബോഡി. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയുന്ന കാര്യമാണ് F ഈസ് ഈക്വൽ ടു എന്താ, m ഇൻറ്റു g
G ആണ് മാസ് ഇൻറ്റു ഗ്രാവിറ്റി. അതായത് W ഈക്വൽ ടു മാസ് ഇൻറ്റു ഗ്രാവിറ്റി അല്ലേ? ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വെയിറ്റ് അല്ലേടെ, വെയിറ്റ് ഈക്വൽ ടു mg എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് ആണല്ലോ. ഓക്കെ, അപ്പോൾ ഫോഴ്സ് കിട്ടി. Therefore വർക്ക് ഡൺ എന്തായിരിക്കും? വർക്ക് ഡൺ ഈക്വൽ ടു എന്താ? വർക്ക് ഡൺ ഈക്വൽ ടു എന്താ? നമ്മൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ആണോ? ഫോഴ്സ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് എന്താ? mg. ഡിസ്പ്ലേസ് എത്ര ഡിസ്പ്ലേസ് ചെയ്തേ? h ഹൈറ്റിലോട്ടാണ് ഡിസ്പ്ലേസ് ചെയ്തത്. അപ്പോൾ വർക്ക് ഡൺ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? വർക്ക് ഡൺ ഈക്വൽ ടു mgh കിട്ടി. ഈ വർക്ക് ഡൺ ആണ് എന്തായിട്ട് സ്റ്റോർ ആകുന്നത്? വർക്ക് ഡൺ ഈക്വൽ ടു എന്താണെന്ന് പഠിച്ചിട്ടുള്ളത്? വർക്ക് ഡൺ ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി എന്നാണ് പഠിച്ചിട്ടുള്ളത്. പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ U ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? mgh എന്ന് എഴുതാം. ഇതൊക്കെ വലിയ വലിയ ഡെറിവേഷൻ ആക്കി വേണമെങ്കിൽ നമുക്ക് പഠിക്കാം. അതൊന്നും വേണ്ട, ഇത്ര മതി. അപ്പൊ നിങ്ങൾ ചോദിക്കും ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു എഫ് എസ് കോസ് തീറ്റ വേണ്ടെന്ന് ചോദിക്കും. എഫ് എസ് കോസ് തീറ്റ ആയിട്ടാലും എന്താ? ഇവിടെ നോക്കി, ഇവിടെ എഫ് എസ് കോസ് തീറ്റ ആയിട്ട് എന്താ? തീറ്റ എന്താ ഇവിടെ? തീറ്റ എന്താ ഇവിടെ? അതായത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് മുകളിലോട്ടാണ്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത് മുകളിലോട്ടാണ്. തീറ്റ എന്താ? 0 ആണ്. കോസ് 0 1 ആണ്. കണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് അങ്ങനെ മെൻഷൻ ചെയ്യാറുള്ളത്. അതൊക്കെ ഓർത്തോണം കേട്ടോ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വേണമെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും എഴുതി ഇട്ടോണം. എന്തുവാ? അതായത് ഇവിടെ ഫോഴ്സിന്റെ ഡയറക്ഷനും മുകളിലോട്ടാണ്, ഹൈറ്റിന്റെ ഡയറക്ഷൻ മുകളിലോട്ടാണ്, തീറ്റ 0 ആണ്, കോസ് 0 1 ആണ്. വേണമെങ്കിൽ എഴുതിയേക്കണം. അടുത്ത നോക്കിയോ, അടുത്ത നമ്മുടെ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിനകത്ത് ഒരു ഡെറിവേഷൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും, ഷുവർ ആണ് കേട്ടല്ലോ. വർക്ക് എനർജി തിയറവും ഈ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന സാധനവും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചോണം. അപ്പം അതുകൂടെ നമുക്കൊന്ന് ചെയ്യാം, നോക്കിക്കോളൂ. ശ്രദ്ധിക്കണം, ഇവിടെ ശ്രദ്ധിക്കണം എല്ലാവരും. അപ്പം നമ്മൾ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് അതാണ് ഇത് വരുന്നത്. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന ടോപ്പിക്കിനകത്താണ് ഇത് വരുന്നത്. അതിനകത്ത് സബ് ഇതായിട്ട് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ്, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ്. ഓക്കെ, ഇവിടെ ഞാൻ സ്പ്രിങ്ങിന്റെ ഒരറ്റം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ശ്രദ്ധിക്കണം. നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? നമ്മൾ ഒരു സ്പ്രിംഗ് കൺസിഡർ ചെയ്യാൻ പോവാ. സ്പ്രിംഗ് അതിന്റെ ഹൊറിസോണ്ടൽ മോഷനാണ് കൺസിഡർ ചെയ്യുന്നത്. എന്താ? വേർട്ടിക്കൽ, ഇങ്ങനെയല്ല, ഇങ്ങനെ. അപ്പം അതിന്റെ ഒരറ്റം ഞാൻ ഭിത്തി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക, എന്നിട്ട് ഒരറ്റത്ത് എം മാസ് ഘടിപ്പിച്ചിരിക്കുക. എന്നിട്ട് ആ മാസെ പിടിച്ച് വലിക്കുമ്പോൾ എന്ത് സംഭവിക്കും? സ്പ്രിംഗ് ആക്ഷൻ ഇങ്ങനെ. ഓക്കെ ആണല്ലോ? അപ്പൊ ആ കൺസെപ്റ്റ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ? അതിനകത്ത് നമ്മൾ ആ 3 പടവും വരയ്ക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഈ സൈഡ് ഫിക്സ്ഡ് ആണ്. ഓക്കെ, ഇതൊരു വാളാണ്, റിജിഡ് വാളാണ്. അതിനകത്ത് ഞാൻ സ്പ്രിംഗ് ഇങ്ങനെ ഒരെണ്ണം കണക്ട് ചെയ്തു. ഇതാണ് ആ സ്പ്രിംഗ്, നോക്കിക്കോളൂ, ഇതാണ് ആ സ്പ്രിംഗ്. സ്പ്രിംഗിന്റെ അറ്റത്ത് എം മാസ്. ഓക്കെ ആണല്ലോ? ഇതിനെ ഞാൻ എക്സ്റ്റേണലി വലിച്ചാൽ, അതായത് ഒരു ഫോഴ്സ് കൊടുത്ത് വലിച്ചാൽ, ഇവിടെ ശ്രദ്ധിച്ച് ഇവിടെ ഞാൻ ഒരു ഫോഴ്സ് കൊടുത്ത് എക്സ്റ്റേണലി എന്ത് ചെയ്യുക? ഫോഴ്സ് കൊടുത്ത് എക്സ്റ്റേണലി ഞാൻ എന്ത് ചെയ്യുക? എക്സ്റ്റേണലി ഞാൻ ഇങ്ങനെ വലിച്ചു നീട്ടുക. ഓക്കെ, അതായത് എങ്ങനെയാ കൊടുക്കുന്നത്? എങ്ങനെയാ? ഞാൻ എഫ് എക്സ്റ്റേണൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു എഫ് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുക. എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിട്ടാണ് വലിക്കുന്നത്. ഓക്കെ ആണല്ലോ? ശ്രദ്ധിക്കണം, ഇവിടെ ശ്രദ്ധിക്കണം. ഇപ്പൊ വരയ്ക്കാൻ പോലെ ഇവിടെ നോക്കിയോ. ഇനി അവിടെ എന്താ സംഭവിക്കുന്നത്? ഞാൻ ഇങ്ങനെ വലിച്ച് ഇവിടം വരെ കൊണ്ടിരുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും? അതായത് ഞാൻ സ്ട്രെച്ച് ചെയ്തിട്ട് ഞാൻ വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ല, വിടുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ തിരിച്ചൊരു ഫോഴ്സ് ആക്ട് ചെയ്യത്തില്ല, ശരിയല്ലേ? ആ ഇങ്ങോട്ടേക്ക് വലിക്കാൻ ഒരു ടെൻഡൻസി ആണ്, അതിനെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, തിരിച്ചാക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന് ഇങ്ങോട്ടേക്ക് ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ എഫ് റീസ്റ്റോറിംഗ് എന്ന് പറയും. റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഓക്കെ ആണല്ലോ?
അപ്പം ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? ഇത് നേരെ റിസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തിരിച്ച് വേണ്ട ഇവിടെ വന്ന്, ശരിയല്ലേ? ഇങ്ങനെ പോയ സാധനം തിരിച്ച് അത്രയും ഞെങ്ങിയിട്ടാണ് തിരിച്ച് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ വരുന്നത്. അല്ലാതെ ഇങ്ങനെ വന്ന സാധനം ഇവിടെ വന്ന് നിൽക്കുവോ? ഇല്ല. ഇത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ച് ഇത് നേരെ ഇവിടെ വന്ന് ഇങ്ങോട്ട് പോയിട്ട് വീണ്ടും ഇവിടെ വന്ന് ഇങ്ങനെ 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 വന്ന് അങ്ങനല്ലേ വരിക? ആണല്ലോ. ഓക്കെ. അപ്പൊ ഞാൻ വലിച്ചപ്പോൾ എത്ര ഡിസ്റ്റൻസ് അങ്ങോട്ടേക്ക് മൂവ് ചെയ്തു? അതുകൂടെ ഒന്ന് അതൊന്ന് പറയാണ്. അതായത് ഇവിടെ ഒന്ന് ഇത്രയും ഡിസ്റ്റൻസ് ആണ് അത് മൂവ് ചെയ്തത്. ഓക്കെ ആണല്ലോ. അതിനെ നമ്മൾ എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. ഫിസിക്സിൽ ഒരു കാര്യമുണ്ട്. ഫിസിക്സിൽ ടോട്ടൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഫിസിക്സിൽ ഒരു ഓപ്പറേഷൻ ഉണ്ട്, ഇന്റഗ്രേഷൻ എന്ന് പറയും. ആ ഇന്റഗ്രേഷൻ വെച്ചിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത്. അടുത്ത വർഷം നിങ്ങൾക്ക് ഒരു 1.5-2 മാസം നീണ്ടു നിൽക്കുന്ന മാത്സിന്റെ ഒരു ടോപ്പിക്കാണ് ഇന്റഗ്രേഷൻ. പരീക്ഷയ്ക്ക് മാത്സ് എടുത്തവരെ തോപ്പിക്കുന്ന ചാപ്റ്ററാണ്, ബോർഡ് എക്സാമിന് തോപ്പിക്കുന്ന ചാപ്റ്ററാണ് ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ. അതായത് ഭയങ്കര പാടാം. അപ്പം അടുത്ത വർഷത്തെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ. അപ്പം ഇവിടെ നമുക്ക് ഒരു കാര്യം, അതായത് ഇപ്പൊ ഇത്രയും കാര്യം ചെയ്തിട്ട് നമുക്ക് കൺസിഡർ ഇതിന്റെ താഴെയാണ് എഴുതേണ്ടത്. ഇതങ്ങ് വരയ്ക്കും. ഇത് വരച്ചിട്ട് പറയാം. ഏതാ? ഇന്റഗ്രേഷൻ കുറച്ചുള്ളൂ. ഇന്റഗ്രേഷൻ എളുപ്പമോ? നമുക്ക് പറഞ്ഞില്ലേ, ഇതിനകത്ത് എളുപ്പമോ? മാത്സ് വേണം. ഇത് ഒരു സ്പ്രിങ്ങിന്റെ മോഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. 3 സ്പ്രിങ് അല്ല ഇത്, ഒരു സ്പ്രിങ്ങിന്റെ മോഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് എഫ് എക്സ്റ്റേണൽ, ഇത് എഫ് റീസ്റ്റോറിംഗ് തിരിച്ച്. ഓക്കെ. എന്നിട്ട് എഴുതുക കൺസിഡർ എ massless spring fixed to a rigid support at one end and a body of mass m is attached to the other end. The body moves in a frictionless surface. ഇതൊരു സർഫസ് ആണ് കേട്ടോ. അത് ഫ്രിക്ഷൻലെസ് സർഫസിൽ മൂവ് ചെയ്യാന്ന് കരുതുക. The body moves on a frictionless surface. ഇത്രയും കാര്യങ്ങൾ സാറെ കാണുന്നില്ല. എന്തൊരു കാണുന്നില്ല സ്ക്രീൻ. കാണുന്നില്ലേ? ബാക്കിയുള്ളവർക്ക് കാണാമോ? ഇപ്പൊ ഓക്കെ സാർ. ഓക്കെ. നോക്കിക്കോ. ഫ്രിക്ഷൻലെസ് പറഞ്ഞു. സ്പ്രിങ്ങിന് അതിന്റെ മാസിനെ നെഗ്ലക്ട് ചെയ്ത് കളയുക. സ്പ്രിങ്ങിന് മാസ് ഇല്ലെന്നല്ല, മാസ് ഇല്ലാത്തൊരു സാധനം ഇല്ലല്ലോ. അതിന്റെ മാസിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയുക. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, അതിന്റെ മാസ് വളരെ കുറച്ച് മാസേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. പക്ഷെ അതിന്റെ അറ്റത്ത് നമ്മളൊരു മാസ് ഘടിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഏതാ? വരച്ചോ.
ഓക്കെ, ഇവിടെ നോക്കിയോ, ഇവിടെ നോക്കിയോ, നമ്മൾ കൊടുക്കുന്ന എഫ് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തിന് പ്രപ്പോർഷണലാണ്? എഫ് എക്സ്റ്റേണൽ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എക്സ് എന്ന് എഴുതത്തില്ലയോ? കാരണം എന്താ? എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റാ. ശ്രദ്ധിച്ചോണം, എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റാ. ഞാൻ എക്സ്റ്റേണൽ ഫോഴ്സ് എത്ര കൊടുക്കുന്നോ അത്രയും എക്സ് ഉണ്ടാകത്തില്ലേ, അത്രയും നീട്ടം ഉണ്ടാകത്തില്ലേ, ഇല്ലേ? അപ്പൊ എഫ് എക്സ്റ്റേണൽ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്താ? സാർ കാണുന്നില്ല. എടാ അത് നിന്റെ കുഴപ്പമാടാ, ഇവിടുത്തെ ബാക്കിയുള്ളവർക്കെല്ലാം കാണാം, നിന്റെ അവിടുത്തെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. ഓക്കെ, അപ്പൊ നോക്കിയോ, എഫ് എക്സ്റ്റേണൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് എന്ന് എഴുതാം, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സും റിസ്റ്റോറിംഗ് ഫോഴ്സും എന്താ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ, പക്ഷെ അത് ഈക്വൽ അല്ലേ? ഞാൻ എത്ര ഫോഴ്സ് ഇങ്ങോട്ട് കൊടുക്കുന്നു അത്രയും തന്നെ ഫോഴ്സ് അങ്ങോട്ടുണ്ടാവും, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനില്ല, ഇല്ലേ? ഓൾസോ എഫ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എഫ് റീസ്റ്റോറിംഗ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എക്സിനെ റീസ്റ്റോറിംഗിന്റെ ടേമിൽ എഴുതണമെങ്കിൽ എന്ത് എഴുതേണ്ടി വരും? അതായത് എഫ് റീസ്റ്റോറിംഗ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നെഗറ്റീവ് എക്സ് എന്ന് എഴുതത്തില്ലയോ? കാരണം എന്താ? എഫ് റീസ്റ്റോറിംഗ് പോകുന്നത് എന്താ? എക്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ശരിയല്ലേ? ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് കൂടുന്ന, എക്സ്റ്റേണൽ ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് എക്സ് കൂടും. എക്സ്റ്റേണൽ ഫോഴ്സ് എത്ര കൂടുന്നു അത്രയും തന്നെ എന്താണ് റീസ്റ്റോറിംഗ് ഫോഴ്സും കൂടും, ഈക്വൽ ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനില്ല. അങ്ങനെയാണെങ്കിൽ ആ റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ടേമിൽ എക്സ് എഴുതണമെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതണം? എക്സിന് ഒരു നെഗറ്റീവ് കൊടുത്താൽ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. കാരണം എന്താ? എക്സ് എങ്ങോട്ട് കൂടുന്നോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റീസ്റ്റോറിംഗ് ഫോഴ്സും കൂടുന്നുണ്ടാവും, അതാണ് നെഗറ്റീവ് ഇട്ടിരിക്കുന്നത്. മനസ്സിലായോ? ആയെങ്കിലേ എടാ ഇവിടെ നോക്ക്, ഇങ്ങോട്ടേക്ക് എഫ് എക്സ്റ്റേണൽ ആണോ? ആണ്. ഈ എക്സ്റ്റേണൽ ഫോഴ്സ് കൂട്ടും തോറും എക്സ് കൂടും, ആണോ? അതാണ് വേണ്ടി ഇത് എഴുതിയിരിക്കുന്നത്. എക്സ്റ്റേണൽ ഫോഴ്സും ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സും ഈക്വൽ, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് നെഗറ്റീവ് കിട്ടും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ എക്സ് ഇങ്ങോട്ടല്ലേ ഉണ്ടാകുന്നത്, പക്ഷെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇങ്ങോട്ടല്ലേ ഉണ്ടാകുന്നത്, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ടേമിൽ എക്സ് എഴുതുമ്പോൾ അത് രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എക്സ് കൂടുന്നതിനനുസരിച്ച് റീസ്റ്റോറിംഗ് ഫോഴ്സും കൂടും, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് കാണിക്കാൻ വേണ്ടി നെഗറ്റീവ് കിട്ടും. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? ഓൺലൈൻ ഇരിക്കുന്നവർക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ റീസ്റ്റോറിംഗ് ഫോഴ്സിനെ സ്പ്രിംഗ് ഫോഴ്സ് എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് എസ് എന്ന് എഴുതാമേ. എഫ് എസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നെഗറ്റീവ് കെ എസ്. അവിടുന്ന് എഫ് എസ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു നെഗറ്റീവ് എക്സ്. എഫ് എസ് ഈസ് ഈക്വൽ ടു എന്താണ്? നെഗറ്റീവ് കെ എക്സ് എന്ന് വരും. വേർ കെ ഈസ് നോൺ ആസ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. വേർ കെ ഈസ് നോൺ ആസ് ഫോഴ്സ് കോൺസ്റ്റന്റ് ഓർ spring constant. ഈ റീസ്റ്റോറിംഗ് ഫോഴ്സിനെ നമ്മൾ സ്പ്രിംഗ് ഫോഴ്സ് എന്നും പറയാറുണ്ട് കേട്ടോ. അതായത് സ്പ്രിംഗ് ഫോഴ്സ്. ഓക്കെ ആണല്ലോ? ഇനി കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? നെഗറ്റീവ് നമുക്ക് ഇട്ട് കൊടുത്തില്ലേ നോക്കും. നമ്മൾ റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ടേമിൽ പറയുന്നതുകൊണ്ടാണ് നെഗറ്റീവ് ഇടേണ്ടി വന്നത്. നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ തന്നെ ടേമിലാണ് പറയുന്നതെങ്കിൽ എക്സിന് നെഗറ്റീവ് ഇടേണ്ട ആവശ്യമുണ്ടോ? കാരണം എക്സിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയല്ലേ എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജനറലി നമുക്ക് ഇങ്ങനെ എടുക്കാം, കെ ഈസ് ഈക്വൽ ടു എന്തെന്ന് എടുക്കാം? എഫ് ബൈ എക്സ് എന്ന് എടുക്കാം, അല്ലേ? ജനറലി എന്താണ്? കെ ഈസ് ഈക്വൽ ടു എഫ് ബൈ എക്സ്. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഈ കെയുടെ യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, എക്സിന്റെ യൂണിറ്റ് മീറ്റർ. അപ്പൊ ന്യൂട്ടൺ പെർ മീറ്റർ ആയിരിക്കും ഇതിന്റെ വാല്യൂ. ഒരു കാര്യം കൂടെ പറയാം, ഇത് ശരിക്കും ഇതിന്റെ ഡെറിവേഷൻ ഉണ്ട്, അത് നമുക്ക് പറയാം. ഇത് നോക്കി, അതായത് ഇവിടെ if value of k is high, the spring is stiff. If value of
value of K is low, the spring is soft. Okay ആണോ? Value of K ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പം ഈ സ്പ്രിംഗ് കെയുടെ വാല്യൂ ഹൈ ആണെങ്കിൽ സ്പ്രിങ്, നിങ്ങൾ കട്ടിയുള്ള സ്പ്രിംഗ് ഉണ്ട്, നിങ്ങൾ മറ്റേ ഈ കെട്ടിടത്തിന്റെ മണ്ടയ്ക്കൊക്കെ ഇരിക്കുന്ന ക്ലോക്ക് കണ്ടിട്ടുണ്ടോ? വലിയ വലിയ കെട്ടിടത്തിന്റെ മണ്ടയ്ക്കൊക്കെ, ഓരോ NSS കോളേജിന്റെ മണ്ടയ്ക്കൊക്കെ ഉണ്ട്. ആ, അതിനകത്തെ സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ ഈ കട്ടിയുള്ള, നമ്മുടെ അതിന്റെ സ്പ്രിങ്ങിന്റെ ഒരു ടേൺ നമ്മുടെ 2 വിരലിന്റെ അത്രയും വീതിയൊക്കെ, മനസ്സിലായോ? അപ്പൊ അത് സ്റ്റിഫാ, അതിന്റെ കെയുടെ വാല്യൂ കൂടുതലായിരിക്കും. അതിന്റെ റിമോട്ട് കാറിനകത്തൊക്കെ പുറകിലോട്ട് വലിച്ചു വിടുന്ന അതൊക്കെ ഇല്ലേ, അതിനകത്തെ സ്പ്രിംഗ് കണ്ടിട്ടില്ലേ? അത് വളരെ സോഫ്റ്റ്, ഇങ്ങനെ നമുക്ക് ഇതാക്കാം. അപ്പൊ അതിന്റെ കെയുടെ വാല്യൂ വളരെ കുറവായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയെ പറ്റി പറഞ്ഞിട്ടേ ഉള്ളൂ. അതിന്റെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ് നമ്മൾ ഇതുവരെ എന്ത് ചെയ്തില്ല, പഠിച്ചില്ല. അതൊരു ഡെറിവേഷൻ ആണ്. നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം. നാളെ ഒരു ക്ലാസ്സും കൊണ്ട്, നാളെ അല്ല അടുത്ത ക്ലാസ് എന്നാ, നാളെ കെമിസ്ട്രി ആണോ? അപ്പൊ മൺഡേ കൊണ്ട് ഈ ചാപ്റ്റർ തീരും. മൺഡേ കൊണ്ട് തീർക്കാനുള്ളതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അങ്ങനെ നിൽക്കട്ടെ.